പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാനുള്ളത് യുദ്ധങ്ങളെ പറ്റിയാണ്. നാം യുദ്ധങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ചുറ്റുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസുമൊക്കെ. അപ്പോൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ യുദ്ധാനന്തര കാലഘട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. യുദ്ധങ്ങളെപ്പറ്റി പറയുമ്പോൾ യുദ്ധത്തിലേക്ക് മാനവികതയുടെ പര്യായമായി ചരിത്രം അടയാളപ്പെടുത്തിയ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി നമുക്കേവർക്കും അറിയാം, ഒരിക്കൽ ജെറുസലേം വളയുകയും ജെറുസലേമിന്റെ കോട്ട തകർത്തുകൊണ്ട് അതിനുള്ളിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ നേതാവിനെ വിളിക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: എൻ്റെ പരിവാരങ്ങൾ ഈ കോട്ട തകർത്തിരിക്കുകയാണ്. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്ഥലം വളയുകയും ഇത് പിടിച്ചെടുക്കുകയും ചെയ്യും. എൻ്റെ പരിവാരങ്ങൾ അകത്തു കയറിയാൽ ചിലപ്പോൾ സ്ത്രീകൾ കൊല്ലപ്പെട്ടേക്കാം, മൃഗങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, നിങ്ങളുടെ പിഞ്ചോമനകൾ മരിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് സുരക്ഷിതമായി നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സംശയത്തോടു കൂടി തിരിച്ചു ചോദിച്ചു: അല്ല സലാഹുദ്ദീനെ, ഞങ്ങൾ ഈ താങ്കളുടെ വാക്ക് വിശ്വസിച്ച് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ സൈന്യം ഞങ്ങളെ കൊല്ലില്ലെന്ന് എന്താണ് ഉറപ്പ്? അത് ഞാനാണ് പറയുന്നത്. സലാഹുദ്ദീൻ അയ്യൂബിയായ നേതാവായ ഞാൻ പറയുന്നിടത്ത് മറ്റൊരു വാക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു: അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ സ്ഥലം പിടിച്ചെടുക്കുമ്പോൾ മുസ്ലിമീങ്ങളോട് ഞങ്ങൾ ചെയ്തത് വളരെ ക്രൂരമായ കൃത്യങ്ങളാണ്. ഒരു ആളെ പോലും ബാക്കി വെക്കാതെ എല്ലാവരെയും കൊന്നു തള്ളിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം പിടിച്ചെടുത്തതെന്ന് പറയുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു: അത് ഞങ്ങളുടെ മാതൃകയല്ല, അത് ഇസ്ലാമിന്റെ മാതൃകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പോകാൻ അനുവദിക്കുകയും അദ്ദേഹത്തിന്റെ സർവ്വസ്വതന്ത്രമായി എല്ലാ വസ്തുക്കളും എല്ലാ സ്വർണങ്ങളും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന കുട്ടികളെയും മൃഗങ്ങളെയും അതുപോലെ സ്ത്രീകളെയും അടക്കം വലിയൊരു സമൂഹത്തെ ലെബനാനിലേക്ക് പറഞ്ഞയക്കുകയും ക്രിസ്ത്യൻ സമൂഹത്തെ അങ്ങോട്ട് വിടുകയും ചെയ്തു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, രക്തം ചിന്തുന്ന അല്ലെങ്കിൽ കുറെ ആളുകൾ മരിക്കുന്ന, സമാധാനത്തിന് ഭംഗം വരുന്നത് മാത്രമല്ല യുദ്ധം. യുദ്ധത്തിലും ഒരു മാനവികതയുണ്ട്. യുദ്ധത്തിൽ കുട്ടികളെ കൊല്ലാൻ പാടില്ല, നിരാലംബരമായി യുദ്ധം ചെയ്യാൻ പാടില്ല, സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, തടവുകാരെ വധിക്കാൻ പാടില്ല എന്നിങ്ങനെയൊക്കെയുള്ള മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനിവാര്യമായ ഘട്ടത്തിലെല്ലാം ഇസ്ലാം യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വികൃതമാക്കപ്പെടുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്, പ്രസക്തമാണ്. കാരണം ഈ ലെബനാനിലേക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ പറഞ്ഞയച്ച് അവർ സുരക്ഷിതരായി വിട്ടതിന് ശേഷം ഇംഗ്ലണ്ടിലുള്ള റിച്ചാർഡ് എന്ന് പറയുന്ന രാജാവ് സലാഹുദ്ദീൻ അയ്യൂബിയെ അദ്ദേഹത്തിന്റെ കോട്ടയിൽ വന്ന് ആക്രമിക്കുകയും തന്റെ പരിവാരങ്ങളുമായി വന്ന് യുദ്ധം ചെയ്യുകയും അങ്ങനെ കഠിനകഠോരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജാവ് പെട്ടെന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയും അദ്ദേഹം ബോധരഹിതനായി താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ തന്റെ പരിവാരങ്ങളോട് എന്താണ് ഇദ്ദേഹം താഴെ വീഴാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്